മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കായിരുന്നു ഈ കാര്യത്തിലൂടെ. മന്ത്രി വാസവൻ പറയട്ടെ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു, മന്ത്രി പറയട്ടെ എത്ര പേര് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുത്തെന്ന്. സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല, ഒരു ചർച്ചയുണ്ടായില്ല. അപ്പൊ ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഗമം ഉണ്ടായത്. അവിടെ ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കി അറിയാം, അവിടെ ആരുമില്ല, അവിടെ ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഗമം ഒരു വൻ പരാജയമായി മാറിയത്. ശബരിമലയുടെ വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല, ചർച്ച ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് വിദേശത്തുനിന്ന് ആര് വന്നു? അദാനി അംബാനിയൊക്കെ വരുമെന്ന് പറഞ്ഞു. അവര് അവിടെ ഒരു അടവായിരുന്നു, പക്ഷെ ആ അടവും പൊളിഞ്ഞുപോയി. ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഭക്തജനങ്ങൾ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലനിൽക്കുന്ന സംശയമില്ല. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്ന് വേണ്ടിയില്ല. സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രി അത് ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആർക്കും വിശ്വാസമില്ല. ഭക്തജനങ്ങൾ പരിപൂർണമായി ആഗോള സംഗമത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം.